വേണ്ട ആസി, ഇതെന്താ ഇതുവരെ പുതിയ ശീലം? കുടിക്കണോ ചായ? വേണ്ട. എന്തിനാ ഇത്? സങ്കടം മാറ്റാനാണോ? എല്ലാവരും സങ്കടം മാറ്റാനാ കൂടി തുടങ്ങുന്നത്. 3-4 വെക്ക് കഴിച്ച് കഴിയുമ്പോഴേ സങ്കടം അങ്ങ് മാറും. അവസാനം അടിച്ചതിനെ കേട്ട് പോകുമ്പോൾ പിന്നെ ആ സങ്കടം അവിടെ കിടക്കും, പിന്നെയും കുടിക്കും. അങ്ങനെ അടിച്ച് കുടിയാനാണ്ടോടത്തനല്ല നീ. നിനക്ക് സങ്കടം ഉണ്ട ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കും. അല്ലെങ്കിൽ നിന്റെ വീട്ടിലോട്ട് ചെല്ലേ, അവിടെ ചെന്ന് നിന്റെ ഉപ്പയും ഉമ്മയായിട്ടൊക്കെ കൂടി അവരുടെ സ്നേഹത്തിനും സന്തോഷത്തിനും കഴിയുമ്പോഴേ ഇതൊക്കെ അങ്ങ് മാറും. ഈ സങ്കടമൊക്കെ അങ്ങ് മറക്കും. ഇപ്പം തന്നെ അങ്ങ് പോകാൻ നോക്കേ. എടാ വച്ചേ, ഇവരെ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വിടാം. പോയിട്ട് വാ, ഞാൻ വിളിച്ചോളാം. വാടാ. അച്ചായ, നിങ്ങളെപ്പോലെ ഇത്ര അറിവ് ജീവിതാനുഭവം ഉള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഞാൻ അവനോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. പിന്നെ മണി 11 കഴിഞ്ഞു. ലോകത്തുള്ള വാറ് മുഴുവൻ അടച്ചു കാണും. പോരാത്തിന് നാളെ 1-ാം തീയതി. ഇതിനകത്ത് ആപ്പാടെ ഉള്ളതാണ് 4 വെക്കും. ഇത് അവൻ അടിച്ചിട്ട് പോയാലേ നാളെ രാവിലെ എന്റെ പറയില്ല, മറ്റേ ഞാൻ എടുക്കും. എന്റെ അച്ചായ. അച്ചായ നീ ഇതുവരെ റെഡി ആയില്ലേ? എന്തിന്? അവളുടെ കല്യാണം. പോണ ഞാനൊന്നുമില്ല. 90% ആണുങ്ങൾക്കും കിട്ടുന്നൊരു ഭാഗ്യമാണ് പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം കൂടുക എന്നുള്ളത്. ആ കല്യാണവും കൂടി വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഓളുടെ കെട്ടിയതായിട്ടൊരു സെൽഫി എടുത്ത് നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല ഈ പട്ടിന്ന് മനസ്സിൽ പറഞ്ഞാല് നമുക്ക് പുറമേ ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് ആൾ ദോഷം പറഞ്ഞ ഒരാളെ വാ. കറക്റ്റ്. അവൾ മസ്റ്റായിട്ട് പറഞ്ഞു പറഞ്ഞല്ലേ? അടിക്കണം. ഇതെന്താടാ മണവാളിന് ഒരുക്കുന്ന പോലെ? ആ, മണവാളനാവേണ്ടതാ. ജസ്റ്റ് മിസ്സായി. എന്നാ ഈ ഷർട്ട് പോരാ. ബട്ടണൊക്കെ ഉണ്ടല്ലോ. ഇതിനല്ലേ? ഇത് മതി. ഓക്ക് തോന്നണം മിസ്സായത് നിനക്കല്ല, ഓക്കാണെന്ന്. പിന്നെ നിന്നെ മാത്രല്ല, നിന്റെ ഉമ്മയുടെ ബിരിയാണിയും നെയ്ച്ചോറും ചട്ടിപ്പത്തിരിയും ഒക്കെ. ചട്ടിപ്പത്തിരിന്റെ കാര്യത്തിൽ മിസ്സായ ഭാഗ്യം കേട്ടോ. കഴിഞ്ഞ ആഴ്ച പമ്പം പരാജയമായിരുന്നു. ഇനി ചട്ടിപ്പത്തിരിയും ചോദിച്ചോണ്ട് പോവാ. ചട്ടി കമത്ത എന്റെ ഇപ്പൊ ഒരു മൊഞ്ചനായിക്കണ്. ചെല്. റൂമിന്റെ കാര്യം ഓക്കെ അല്ലേ? എല്ലാ AC റൂം വേണം, 2 സ്യൂട്ട് റൂം ആയിക്കോട്ടെ. ചേട്ടാ, മരിയയുടെ ഫ്രണ്ട്സ് ആണോ? അതെ. മോളകത്തുണ്ട്. കുര്യച്ചനും ഫാമിലിക്ക് എവിടെ താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതാ തോമസിന്റെ ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ അവർക്ക് ആ ലൊക്കേഷൻ മാപ്പ് ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അതിനെ അയച്ചു കൊടുത്തോളൂ. അങ്കിളെ, ഇവര് മറിയയുടെ ഫ്രണ്ട്സ് ആണ്. മറിയയുടെ അപ്പച്ചനാട്ടോ. മക്കൾ ഇരിക്കെ, നീ വേഗം ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അങ്കിള് പള്ളികാരിയായോണ്ടേ മദ്യപാന സെറ്റപ്പ് ഒക്കെ ഇച്ചിരി ഒതുക്കത്തില്ല. റെന്റിന്റെ മതി, അവൻ അടിക്കാരല്ല. അതെന്നാ പരിപാടിയാ? എന്നാ നമുക്കടിക്കാം. ആസ്ബി അല്ലേ? വീഡിയോ കണ്ടായിരുന്നു കേട്ടോ, പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു ബ്രോ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ആ, സാറിന് ആളെ മനസ്സിലായില്ലേ? ഇതാണ് ആസിഫ് കടലുണ്ടി. ഇവരുടെ റാപ്പ് ഭയങ്കര ഫേമസ് ആണ്. ആഹാ, എന്നാ പിന്നെ 2-3 പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചിട്ട് നിങ്ങൾ പോയാ മതി. അല്ല പിന്നെ ബ്രോ, ആ ബുർക്ക ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടാ. ആരത്? എടുത്തേ. 2 അടിച്ചങ്ങട് നമുക്കിന്ന് പാടി മെഴുകാനുള്ള. ഞാൻ ഇതൊന്നും മറിയ കൊടുത്തിട്ട് വരാം. ആ, ആയിക്കോട്ടെ. കൊടുത്തു വന്നിട്ട് പാടിയാ മതി. ഞാൻ വെയിറ്റ് ചെയ്തോളാം.